ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമുക്കിന്ന് മുഹറം 9 സുന്നത്ത് നോമ്പാണ് കേട്ടോ. അപ്പോൾ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇന്ന് ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒറോട്ടിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കലാണ് കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് ഇത് പച്ചവെള്ളത്തിൽ പരത്തുന്നതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ ഇന്നലെ ഒരു ചിക്കൻ കറി, ഒരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടുപോവാം. അപ്പോൾ ഇതാ ഇത് ഞാൻ രാത്രി തന്നെ ആക്കി വെച്ചതാണ് കേട്ടോ. രാവിലെ നമുക്ക് കുറച്ച് സമയമല്ലേ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതിലേക്കുള്ള ഞാൻ ചിക്കൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ വരട്ടാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് ഈസിയാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നവരും അങ്ങനെ രാവിലെ തിരക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ രാവിലെ ഭയങ്കര ഒരു തിരക്കല്ലേ, ആ ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതൊരു 1/2 കിലോ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത് ചിക്കൻ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കേട്ടോ. ഒരു വലിയ സവാളയായിരുന്നു, ഞാനത് മുഴുവൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ചിക്കനിലേക്കാണ് ഒരു ചെറിയ തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു 5 ടല്ലി വെളുത്തുള്ളി, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, അത് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി മുളക് പൊടി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുണ്ട്, എന്നാൽ നല്ല കളറും കിട്ടും കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർത്ത് കൊടുത്തോ. കുറേ അധികം ഐറ്റംസ് ഒന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതാ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണെല്ലാം, 2 പിഞ്ചെല്ലാം ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതിന് പകരം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി ഇതും ഓപ്ഷനിലാണ്. ഒരു 1/4 ടീസ്പൂണെല്ലാം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ. അതും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്തോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് പട്ടേൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ കുഞ്ഞിതായതുകൊണ്ട് ഞാൻ ചെറിയ 2 കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് തിരുമ്മി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒരു വിസിലടുപ്പിച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് എയർ പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇതാ ഈ രീതിയിലാണ് കേട്ടോ ഉള്ളത്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിച്ചതിന് ശേഷം തുറന്നു നോക്കാം നമുക്ക്, എയർ പോയതിന് ശേഷം. നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്, അതായത് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഒന്നിട്ടിട്ട് വിസിലടുപ്പിച്ചെടുക്കരുത് കേട്ടോ. ചിക്കൻ വെന്ത് പോവും. പിന്നെ നമുക്കത് വരട്ടിയെടുക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ. ഇത് ചിക്കൻ വേവാൻ വേണ്ടിയിട്ടല്ല, ഉള്ളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. മൊത്തത്തിൽ നമ്മൾ വേവിച്ചെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിച്ചെടുത്തിട്ട്, ഹൈ ഫ്ലെയിമിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വെള്ളവും ഒഴിച്ച് കൊടുക്കരുത് ഈ ടൈമിൽ. വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കടായി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചെടുത്ത് ചിക്കനില്ലേ, അത് ഗ്രേവി അടക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ടാവില്ല, എന്നാൽ ഉള്ളെല്ലാം കുറച്ച് കുക്കായിട്ടുണ്ടാവും കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കുറേ സമയം എടുക്കില്ല, അടുപ്പാകുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ, അതും എടുക്കില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രേവി അടക്കം, ഈ ഒരു വെള്ളമൊക്കെ ഇതിൽ വരും നമ്മൾ ഒഴിച്ചിട്ടില്ലെങ്കിലും, ആ ഗ്രേവി അടക്കം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട്, ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. വേറെ ഒന്നും ചേർത്ത് കൊടുക്കണം, നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി
മൊത്തം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ എന്താ പറയുക, ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും, ചിക്കനും വെന്തിട്ടില്ല. പക്ഷേ 10 മിനിറ്റിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഉള്ളിയെല്ലാം ഇതിലേക്ക് കിടന്ന് നമ്മൾ വഴറ്റൂലേ, വെളിച്ചെണ്ണയിലൊക്കെ വഴറ്റിയിട്ട് ചിക്കൻ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ള ചിക്കൻ കറിയാണ് നമുക്ക് കിട്ടുക. ഇത് കണ്ടോ, നല്ല അടിപൊളി ചിക്കൻ വരട്ട് കേട്ടോ. എന്നാൽ ആ ഒരു സമയം എടുക്കുന്നില്ല, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി രാവിലെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ ഒരു ചിക്കൻ കറി അവിടെ സൈഡിൽ റെഡി ആവുകയും കിട്ടും. എന്നാൽ നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരുപാട് പണി എടുക്കുന്നുമില്ല കേട്ടോ. ഉള്ളി വഴറ്റി തക്കാളി വഴറ്റി അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ വരട്ടാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം ഒന്നും ചേർത്ത് കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിക്കൻ വെന്ത് പോകും കേട്ടോ നമ്മൾ കുക്കറിലൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ. അപ്പോൾ നമ്മൾ കറി റെഡിയാണ്. ഇനിയിപ്പോൾ അതാ ഞാൻ പത്തിരിക്കൊന്ന് പരത്തിയെടുക്കട്ടെ. ഒറോട്ടിയാണ് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആവുമല്ലോ. ഇത് ഒറോട്ടിപ്പൊടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി വെയിലെല്ലാം വരുന്ന സമയത്ത് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയാണ്, പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാട്ടത്. കണ്ണൂർ ഒറോട്ടി എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ വയനാട്ട് സ്പെഷ്യൽ ഇങ്ങനെയല്ല, കുറച്ച് കട്ടിയിൽ ടയർ ഒത്തിരി നട്ടോ നമ്മൾ പറയുക, ഒറോട്ടിയല്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കും. ഇൻഷാ അല്ലാഹ് ഞാനത് ഉണ്ടാക്കിയിട്ട് കാണിക്കാം നിങ്ങളെ. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ റഫീഖ നല്ല നൈറ്റ് ആയിരുന്നു കേട്ടോ, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ റഫീഖ വന്നു, ഇതാ ഓൺ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് വാതിൽ തുറന്നു കൊടുക്കാമെന്ന്. അപ്പോൾ മുഹറം 9ഉം 10ഉം നമുക്ക് സ്പെഷ്യലാണ്. ചിലരെല്ലാം ചോദിക്കുന്നുണ്ട് മുഹറം എന്താണ്. അപ്പോൾ മുഹറം എന്ന് പറയുന്നത് അറബ് മാസത്തിലെ ഫസ്റ്റ് മന്താണ് കേട്ടോ. നമുക്ക് ഇത് ഭയങ്കര സ്പെഷ്യലാണ് ഈ മാസം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്തില്ലേ മുഹറത്തിന് പണ്ടേ നമ്മളെ വീട്ടിലൊക്കെ ആകുമ്പോൾ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. മുഹറം 9ഉം 10ഉമൊക്കെ അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്വീറ്റായിട്ടും ബിരിയാണി അങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെയാണ് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒറോട്ടിയൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. റഫീഖ പറഞ്ഞു കേട്ടോ, ഞാൻ എന്താ കഴിക്കാൻ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ ഒറോട്ടി ഉണ്ടായിക്കോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒറോട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഇതാ ഒറോട്ടിയൊക്കെ അവിടെ റെഡി ആകുന്നുണ്ട്. കുറച്ച് നെയ്യ് ഒന്ന് ഇതുപോലെ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കട്ടി തേങ്ങാപ്പാലെടുത്തത് അതിലൊന്ന് ഡിപ്പ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. പക്ഷേ അതിനൊന്നും രാവിലെ സമയം കിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ നല്ല പൊങ്ങി വരും കേട്ടോ. നമ്മളൊരു നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതിങ്ങനെ അല്ലെങ്കിൽ ഒരു വാഴയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഒറോട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കറി നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചതുകൊണ്ട് ഞാൻ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കറി ചൂടായി വരുന്നുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. നമുക്ക് രാവിലെ ഇങ്ങനെ ലാവിശാക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് കറി തലേ ദിവസം ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് ഞാൻ ഒറോട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇല്ലെങ്കിൽ ദോശയോ ചോറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയാണ് കേട്ടോ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചാൽ മതി. പിന്നെ തണുപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ചൂടുള്ള ഫുഡൊക്കെ കഴിച്ചാലല്ലേ നല്ലത് എന്ന് വെച്ചിട്ടാണ് കേട്ടോ ചൂടോടെ തന്നെ ഫുഡെല്ലാം ആക്കിയത്. പിന്നെ മാത്രമല്ല ഒറോട്ടി ഇങ്ങനെ ചൂടോടെ കഴിക്കുമ്പോൾ ഇങ്ങനെ വരട്ടിൻ്റെ എന്തെങ്കിലും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ നന്നായിട്ട് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. വാവ എണീറ്റിട്ടില്ല കേട്ടോ. വാവ നോമ്പെടുക്കലില്ല, സുഖമില്ലാത്തത് കൊണ്ട് മെഡിസിനെല്ലാം കഴിക്കാണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അറിയാത്തവർ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനൊന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അത് റമദാനിലാണെങ്കിലും അല്ലാത്ത സുന്നത്ത് നോമ്പിനാണൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. കിച്ചൺ പിന്നെ നീറ്റായിട്ടിരിക്കും. ഇനിയിപ്പോൾ വാക്കുള്ള ഫുഡും ഉണ്ട്. ഞാൻ പത്തിരി ഉണ്ടാക്കിയതിൽ ബാക്കിയുണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചോറും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കിച്ചൺ ക്ലീൻ ആക്കി വെച്ചാൽ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇനി വൈകുന്നേരം കിച്ചണിൽ പണി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ടാണ് ഞാൻ കിച്ചണൊക്കെ അങ്ങ് ക്ലീൻ ആക്കിയിടും. പിന്നെ ബാക്കിയുള്ള രാവിലെ എന്തായാലും കുറച്ച് സമയം കിടക്കും കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കിടക്കും. അപ്പോൾ പിന്നെ എണീറ്റ് വൈകി എണീക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം സുബഹി നമസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ സുന്നത്ത് നോമ്പൊക്കെ എടുക്കുന്ന സമയത്ത്, സുന്നത്ത് നോമ്പ് അല്ല എല്ലാ നോമ്പിനും അങ്ങനെ തന്നെയാട്ടോ, വീട്ടിൽ കുറേ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമാട്ടോ. ഒരു ജോയിനായിട്ട് എടുക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ നമസ്കാരമെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കടന്നിട്ടുണ്ടായിരുന്നു. റഫീഖ എണീറ്റിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ട്. റഫീഖ വൈകിയാണ് എണീക്കുക, കാരണം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നല്ലോ. ഇനിയിപ്പോൾ ഇതാ മൊത്തത്തിൽ എന്നും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഒതുക്കിപ്പെറുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇതാ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ റഫീഖ യൂണിഫോമും എല്ലാം അയച്ചിട്ടുണ്ട് കേട്ടോ. വാച്ച്, ചാവിക്കൊക്കെ ഒരു പ്രത്യേക സ്പേസ് എല്ലാം ഉണ്ട്. നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കുക. ഇടയ്ക്ക് അവിടെ കൊണ്ടുവെക്കും, ഇടയ്ക്ക് ഇതാ ഇവിടെ കൊണ്ടുവെക്കും കേട്ടോ. എത്ര പറഞ്ഞാലും അത് കേൾക്കൂല കേട്ടോ. എങ്ങനെയായാലും ഇങ്ങനെ കൊണ്ടുവെക്കും.
പിന്നെ ഞാൻ വെക്കുന്നതും ഉണ്ടാവും കേട്ടോ. നമ്മൾ വലിയ റൊട്ടീനൊക്കെ ഉണ്ടാക്കും, എന്നാലും കൊണ്ടുവെക്കും കേട്ടോ. ടേബിളിൻ്റെ മുകളിൽ അത് മസ്റ്റാണ് എന്തായാലും എല്ലാവർക്കും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ ഇതാ ലിവിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കട്ടെ കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ കുറേ പേര് കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം എൻ്റെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻസ്റ്റഗ്രാമിലൂടെ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻ്റായിട്ടൊക്കെ കൊടുക്കാം, ആവശ്യമുള്ളവർ നോക്കി നോക്കുക കേട്ടോ. പിന്നെ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പം 1,41,000 ആയിട്ടുണ്ട്, ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ 1,50,000 ആകുമ്പോൾ നമ്മളൊരു ഗിവ് അവേ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതിലായിരിക്കും നിങ്ങളെ അറിയിക്കാം. യൂട്യൂബിൽ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും അറിയിക്കുക. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമുമായിട്ട് ബന്ധപ്പെടാമല്ലോ. അപ്പോൾ അതാണ് ഒന്നുകൂടെ ഞാനത് ഒരു ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മൾ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യുക കേട്ടോ. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ 150 വേഗം ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണുന്ന എൻ്റെ വീഡിയോ നല്ലതാണെങ്കിൽ മാത്രം അത് നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലി ഗ്രൂപ്പിലോ ഒക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അറിയാത്തവർക്ക്, നിങ്ങൾക്ക് തോന്നുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ ചാനലിനെക്കുറിച്ച് പറയുക. എന്നാൽ തന്നെയാണ് നന്നായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക. നല്ല നല്ല റെസിപ്പീസായിട്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിൽ എനിക്ക് വരാൻ വേണ്ടി പറ്റുക. നമ്മളെ യൂട്യൂബ് നമ്മളെയും മുന്നോട്ട് കൊണ്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് വന്നാൽ മാത്രമാണ്. അപ്പോൾ നിങ്ങളെ ലൈക്കും നിങ്ങളെ കമൻറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും ഷെയർ ചെയ്യുന്നതും എല്ലാം നമുക്ക് മസ്റ്റാണ് കേട്ടോ. അത് ഞാൻ വെറുതെ ഒരു ലൈക്ക് എൻ്റെ ഒരു ലൈക്കല്ലേ അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ ഓരോരുത്തരുടെ ലൈക്കും നിങ്ങൾ ഓരോരുത്തരുടെ കമൻറ്റും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിലേക്ക് വരാം. ഇനിയിപ്പോൾ ഇതാ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിപ്പെറുക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടീപ്പോയി, ടേബിള്, അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം ചെയർ അതെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എന്നാലും ടേബിളിലൊക്കെ ഒന്ന് നമ്മൾ എന്തെങ്കിലും കൊണ്ട് വെക്കുന്നതും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇന്നലെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് തുടക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ കിച്ചൺ ഞാൻ പറഞ്ഞില്ല, കിച്ചണിലൊന്നും ചെയ്തിട്ടില്ല. ഫ്ലോർ അടിച്ചു വാരി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കിച്ചൺ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. കിച്ചണും അതുപോലെ തന്നെ വർക്ക് ഏരിയയും ഞാൻ രാവിലെ തന്നെ കൗണ്ടർ ടോപ്പെല്ലാം തുടച്ച് നീറ്റാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഇനി കുറച്ചൊരു എക്സ്ട്രാ പണിയുണ്ട് കേട്ടോ. നമുക്ക് കുളിക്കാനൊക്കെ ഉണ്ട്, പ്രവേശിക്കാൻ വേണ്ടിയിട്ട് രണ്ടാക്കും കുളിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ മഴക്കാലത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് കേട്ടോ. ഒട്ടും ഇങ്ങനെ മുറ്റത്തിറങ്ങാതെ അതുപോലെ തന്നെ മുറ്റടിക്കാണ്ട് ഇടുമ്പോൾ ഈ ചപ്പും എല്ലാം വീണിട്ട് ഇങ്ങനെ വഴുവഴുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഈ മഴ സമയത്ത്. നമ്മളെ ഇൻ്റർലോക്കൊക്കെ പ്രത്യേകിച്ച്, അതുപോലെ തന്നെ കോൺക്രീറ്റ് ഇട്ട മുറ്റാണെങ്കിലൊക്കെ പ്രത്യേകിച്ച് വഴുക്കലും അല്ലാത്തതും ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഇതുപോലത്തെ ഒരു, ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്, ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഭയങ്കര സ്ട്രെയിനായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒന്നിങ്ങനെ ഓടിച്ചിങ്ങനെ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ അങ്ങ് പോയിക്കോളൂ കേട്ടോ. നമ്മൾ മാത്രമായിട്ട് ചെയ്യേണ്ട, ഫാമിലിയിൽ എല്ലാവരും ഉണ്ടാകുന്നൊരു ദിവസം, ലീവൊക്കെ ഉള്ളൊരു ദിവസം നമ്മൾ കുളിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് എല്ലാവരും കൂടെ, മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും എല്ലാവരും കൂട്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്നും ചെയ്യണ്ട, നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ ഇതിന് ചെയ്യുന്നത് മാത്രം, കാരണം മഴ പെയ്യുമല്ലോ എന്തായാലും. അപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ചൂലൊക്കെ ആകുമ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കും. ഇങ്ങനെ ഉരച്ചൊരച്ച് ജസ്റ്റ് വെറുതെ ഒന്ന് സ്ക്രബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ പോയിക്കോളും. പിന്നെ നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് അതങ്ങ് അഴുക്കൊക്കെ അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ നമ്മൾ ഉരച്ചിടുന്നത്. പിന്നെ അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് അസുഖം, ഇനിയിപ്പോൾ വൈറൽ ഫീവറും കാര്യങ്ങളും അസുഖങ്ങളൊരു കാലം കൂടെ ആയിരിക്കും ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ മാത്രമല്ല, ഇങ്ങനെ വഴുവഴുപ്പുണ്ടാകുമ്പോൾ നമ്മളായാലും കുട്ടികളായാലും പ്രായമുള്ളവരായാലും ഒക്കെ ഇറങ്ങുന്ന സമയത്ത്, വല്ലപ്പോഴും ഇറങ്ങുന്ന സമയത്ത് വഴുക്കി വീണ് പൊട്ടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നമ്മളെ വീട് എന്തായാലും നമ്മൾ നീറ്റായിട്ട് കൊണ്ടുനടക്കും. വീടിൻ്റെ പരിസരവും കൂടെ നമ്മളൊന്ന് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന്, മഴയാകുമ്പോൾ ചിലർ ഇറങ്ങുകയില്ല, പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ജസ്റ്റ് ഇറങ്ങി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മാത്രമല്ല, നമ്മളെ ക്ലീൻ അല്ലെങ്കിലാണ് നമ്മളെ വീട്ടിലുള്ളവർക്ക് അസുഖവും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന്
വരിക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ചൂടുവെള്ളം കുടിക്കുക, ചൂടുവെള്ളത്തിൽ കുളിക്കുക, ഇങ്ങനെ നല്ല തണുപ്പാകുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക, അതുപോലെ തന്നെ നല്ല ചൂടായിട്ടുള്ള വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ തന്നെ ഒരുവിധം നമ്മളെ ബോഡിയൊക്കെ ഇങ്ങനെ ചൂടാക്കി വെക്കുന്ന സമയത്ത് തന്നെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരില്ല കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമസ്കാരമൊക്കെ കഴിഞ്ഞു. അസ്ർ നമസ്കാരത്തിന് ശേഷമാണ് പിന്നീട് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ റഫീക്ക പുറത്ത് പോയിട്ടുണ്ട്, വാവ ഇവിടെ ഉണ്ട് കേട്ടോ. ചിലർ ചോദിക്കും വാവ അവിടെ ഇല്ലേന്ന്. ഞാനിങ്ങനെ നമ്മളെ കണ്ടൻറ്റ് കൂടുതലാണല്ലോ നമ്മളെ വീഡിയോയിൽ, ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലല്ലോ, ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലെങ്കിൽ റെസിപ്പി ഉണ്ടാവും അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ട് അതിലേക്കൊന്നും വരാത്തതാണ് കേട്ടോ. വാവ അവിടെ അകത്തിരിക്കുന്നുണ്ട്. അസ്ർ നമസ്കാരത്തിന് ശേഷം ഇരുന്ന് ഓതുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് സമയം ഓതും, അങ്ങനെ ഇരിക്കും, ദിക്ർ ചൊല്ലും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിതാ കിച്ചണിലേക്ക് വന്നു. ഇനി അല്ലെങ്കിൽ സാധാരണ ഞാനാണെങ്കിൽ വീഡിയോ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ ഈ ഒരു സമയത്തൊന്നും കിച്ചണിലേക്ക് വരില്ല കേട്ടോ. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരുള്ളൂ. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ സമയം വേണം കേട്ടോ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ ഒരു സ്പെഷ്യൽ മന്തി, ഒരു സൗദി മന്തിയാട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ഒരു വേറിട്ട രീതിയിലുമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വലിയ പീസ് ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മന്തി മസാല നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, റെസിപ്പി കാണിക്കുന്നുണ്ട്, മന്തി മസാല ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് ഒന്ന് മസാലയൊക്കെ ഒന്ന് പെരക്കി എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു മന്തീൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല കേട്ടോ. കാര്യം എനിക്ക് എല്ലാം കൂടെ റെസിപ്പികളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അപ്പോൾ തൊട്ടടുത്ത ദിവസം ഈ റെസിപ്പി നിങ്ങൾക്ക് തരും കേട്ടോ. എന്തായാലും ഈ ഒരു സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ, അത് റെസിപ്പി തരും. ഇനിയിപ്പോൾ ഞാൻ ഇന്നത്തേക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. കുട്ടികളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ്. ബ്രെഡ് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുപ്പീൻ്റെ അടപ്പോ ഒരു പാത്രം ടിഫിൻ്റെ അടപ്പോ ഒക്കെ വെച്ചിട്ട് ഒരു പാകത്ത് അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പഴയ ഗ്ലാസ് ഉപയോഗിച്ചിട്ട്, സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എത്ര സ്നാക്കാൻ വേണ്ടി ഒരു സ്നാക്കിന് 2 പീസ് വേണം കേട്ടോ. അതിന് കണക്കാക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഒരു ഗ്രീൻ ചട്നി നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം പുതിന എടുത്തു. പിന്നെ അതിലേക്കൊരു 1/4 ഭാഗം മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു, 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലെമൺ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. എന്നിട്ടും അരയുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു പേസ്റ്റ് പരുവം ആക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബ്രെഡ് റെഡി. അതുപോലെ തന്നെ ഒരു 3 എഗ്ഗ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 3 എഗ്ഗിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇത്രയും ചെയ്യാൻ ഒരു 2 എഗ്ഗിൻ്റെ ആവശ്യമുള്ളൂ. നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുത്ത് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ടൊമാറ്റോ സോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ റെസിപ്പി ആയിട്ടും വ്ളോഗിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ജംഷി റെസിപ്പീസ് ടൊമാറ്റോ സോസ് റെസിപ്പി എന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സോസാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് അസംബിൾ ചെയ്യാം. അപ്പോൾ ഒരു ബ്രെഡ് പീസ് വെച്ചിട്ട് അതിൻ്റെ ഒന്നിൻ്റെ മുകളിൽ നമ്മളെ ഗ്രീൻ ചട്നി ഇല്ലേ അത് വെച്ച് കൊടുക്കുക. പിന്നെ മറ്റേതിൻ്റെ മുകളിൽ നമ്മൾ ടൊമാറ്റോ സോസ് അതും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതൊരു ഹെൽത്തി സ്നാക്കായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി പറ്റും, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. സോസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഒരുപാടങ്ങ് വെച്ച് കൊടുത്തുകൊണ്ട് കേട്ടോ, ഇങ്ങനെ അലിഞ്ഞു പോകണ്ട ബ്രെഡ്. അപ്പോൾ ഇത്ര കറക്റ്റാണ് കേട്ടോ. ഒരു 1-1.5 ടീസ്പൂണൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത്, ഒരുപാട് കനം വേണ്ട, ഇങ്ങനെ പൊങ്ങിയൊന്നും നിൽക്കരുത്. കാരണം ബ്രെഡ് വെക്കുമ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു പോകരുത്, ആ രീതിയിലാവരുത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മറ്റേ പീസ് കൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കും. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് അവിടെ അടഞ്ഞോളൂ കേട്ടോ. നനവൊക്കെ ഉള്ളത് കാരണം ജസ്റ്റ് വക്കെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂലേ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് അമർത്തുമ്പോഴത്തേക്കും അത് റെഡി ആയിട്ട് നിന്നോളും. അങ്ങനെ ഈ ബാക്കിയുള്ള ബ്രെഡും എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. സിമ്പിൾ സ്നാക്കാണ് കേട്ടോ. നമ്മൾ കയ്യിൽ എഗ്ഗ് മാത്രം മതി, ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നതല്ലേ. എഗ്ഗും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് സ്നാക്സ് ബോക്സിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ എല്ലാം റെഡിയാക്കി എടുത്തു. ഇനി ഇതിലേക്ക് നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കണം. ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ കുറച്ച് കടലമാവ് എടുക്കുന്നുണ്ട്. അതൊന്ന് കുറച്ചൊരു ലൂസ് ബാറ്ററായിട്ട് നമ്മളൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 പിഞ്ചല്ല, ഒരു 1/4 ടീസ്പൂണെല്ലാം, അത്രയും വേണ്ട കേട്ടോ, അത്രയും മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ ഒരു
ഹാഫ് ടീസ്പൂണെല്ലാം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പച്ചവെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഒരു ലൂസ് ബാറ്റർ ഞാൻ കാണിച്ചു തരാം. ആ രീതിയിലൊന്ന് കലക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ സ്നാക്സിൽ എല്ലാത്തിലും ഉപ്പുണ്ട്. പിന്നെ കടലമാവാണ്, ഉപ്പ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് 2 പിഞ്ചെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ രീതിയിലൊന്ന് ടൈറ്റ് അല്ല കേട്ടോ, കുറച്ചൊരു ലൂസായിട്ട് തന്നെയാണ് വേണ്ടത്. അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇനി ഇത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ വക്ക് കട്ട് ചെയ്ത് മാറ്റി ബ്രെഡില്ലേ, ആ ബ്രെഡ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതൊന്ന് എഗ്ഗിൽ, അതായത് നമ്മൾ സ്നാക്ക് എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ ചിക്കൻ റോളൊക്കെ ആക്കൂലേ, എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. പക്ഷേ അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതല്ലേ, ഇതാകുമ്പോൾ ഒരു വെറൈറ്റിയാണ്, ടേസ്റ്റും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്നാക്ക് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ, ടൈം ആയിട്ടില്ല. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കും. നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, റവ കഞ്ഞി, തരിക്കഞ്ഞി എന്നൊക്കെ പറയില്ലേ, അതൊന്ന് കാച്ചിയെടുക്കട്ടെ. അപ്പോൾ ആ പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ്, ഒരു ഹാഫ് ടീസ്പൂണെല്ലാം നെയ്യ് മതി കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ചിട്ട് കൊടുത്തു. കാഷ്യൂനട്ടും കിസ്മിസും ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു, അത് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് പാലിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവുമില്ല കേട്ടോ, എത്രയാണ് ഉള്ളത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. പാല് കൂടിയാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു സംഭവമില്ല, ഈ തരിക്കഞ്ഞിയില്ല, ഇപ്പോൾ മഴയൊക്കെയല്ലേ, അപ്പോൾ നമ്മൾ ശരീരം ഒന്ന് ചൂടാക്കി വെക്കാൻ, നല്ല തണുപ്പ് ഒക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ശരീരം ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കാൻ ഈ ഒരു റെസിപ്പി നല്ലതാട്ടോ, നമ്മൾ ഈ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ആ പാല് തിളക്കാനാവുന്ന സമയത്ത് ഒരു 2 ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇത് ഒരുപാട് കുറുകിയത് ഇഷ്ടമല്ല കേട്ടോ, നിങ്ങൾക്ക് കുറുകിയത് ഇഷ്ടമാണെങ്കിൽ ഒരു 4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുറുകിയിട്ടുള്ളൊരു തരിക്കഞ്ഞി നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ ലൂസായിട്ടാണ്, ഇവിടെ നമുക്ക് അങ്ങനെയാണ് ഇഷ്ടം, സ്നാക്കിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ, സ്നാക്ക് കൂട്ടി കഴിക്കാനാട്ടോ നമുക്കിത് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിലാണ് ഇഷ്ടം. പിന്നെ 2-3 മിനിറ്റ് ആ റവ ഒന്ന് വേവിച്ചെടുക്കുക, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 പിഞ്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു, ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, തരിക്കഞ്ഞി റെഡി. ഇനിയിപ്പോൾ അത് ഞാൻ മന്തി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെയാണ്. നമ്മൾ ആവിച്ചെമ്പില്ല, ഇഡ്ഡലി ചെമ്പ്, അതിൻ്റെ മുകളിൽ ആവിക്കാണ് കേട്ടോ നമ്മൾ ആ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡായിട്ടൊരു സാൽസയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്, സൈഡ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം തരുവേ. അപ്പോൾ അതാണ് ഇതിൽ ഞാൻ കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇനി അതിലേക്കുള്ള റൈസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. സവാളയും എല്ലാം ഇട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ആ ഒരു ചിക്കൻ സ്റ്റോക്കൊന്നും ഇതിൽ മാഗി ക്യൂബ് അതൊന്നും അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്, കറക്റ്റ് ചിക്കൻ സ്റ്റോക്കിലാണ് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഇതിന്, ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി. അതാണ് ഞാൻ പറഞ്ഞ ഒറിജിനൽ സൗദി മന്തി എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. ഇനി നമ്മളെ സ്നാക്കൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഏകദേശം ടൈം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മന്തിയൊക്കെ ആക്കി ആ ഒരു ടൈമും കൂടെ നമുക്ക് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല ഓയിൽ നല്ല ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആ കടലമാവിൽ നമ്മൾ സ്നാക്ക് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പൊരിക്കുന്ന സമയത്ത് ആ ഒരു കടലമാവിൻ്റെ ബാറ്ററിലേക്ക് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു, ആ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ ഒരു പിഞ്ച്, അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. കാരണം നേരത്തെ നമ്മൾ ബാറ്ററൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം, കടലമാവല്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഒരു ക്രിസ്പി കുറച്ചുകൂടി ഒരു ഫ്ലഫിനെസ് കിട്ടാൻ വേണ്ടി ഞാനൊരു പിഞ്ച് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ഓയിൽ ചേർക്കാതെ ഒരു കുറച്ച് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതൊരു ഹെൽത്തി സ്നാക്കായിട്ടും റെഡിയാക്കി എടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് മറന്നു പോകണ്ട. ബ്രെഡ് ക്രംസിലാണെങ്കിലും നിങ്ങൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ആ രീതിയിലും നിങ്ങൾക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇത്. അപ്പോൾ നമ്മളെ സ്നാക്ക് ഇവിടെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി അല്ലേ, കാണാനും വെറൈറ്റിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ആക്കി നോക്കിക്കോ, വെറുതെ പറയുന്നതല്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്നാക്കെല്ലാം റെഡിയാക്കി എടുത്തു. ഞാൻ പറഞ്ഞില്ലേ ഒരു എഗ്ഗ് എനിക്ക് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ വെറുതെ ആ ബാറ്ററിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വെറുതെ കളയണ്ടാന്ന് ചോദിച്ചപ്പോൾ എഗ്ഗ് അങ്ങനെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആരും കഴിക്കൂല. അപ്പോൾ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. റൈസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയൂലേ, പത്തിരി അതിൻ്റെ ഒരു കറി അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ.
ഇനിയിപ്പോൾ ഇതാ ഒരു ക്വിക്ക് ക്ലീനിങ്ങും കൂടെ കേട്ടോ. കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലാണ് ആ ഒരു എണ്ണയും മന്തിയൊക്കെ വിളമ്പുമ്പോൾ എന്തായാലും ആ ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കേണ്ടി വരും. എന്നാലും ഒരു ജസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു സമാധാനമാണല്ലോ. എനിക്ക് പണി കഴിയണം കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് എല്ലാം ഒന്ന്. അപ്പോൾ റഫീക്ക് വന്നിട്ടില്ല കേട്ടോ. റഫീക്ക് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഉച്ച ടൈമിൽ. അപ്പോൾ വന്നിട്ടില്ല. ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ അകത്തേക്കൊന്ന് ലൈറ്റ് ഇടുകയാണ്. മഴ തന്നെയാണ് കേട്ടോ. ഇന്ന് ഫുള്ള് മഴയാണ്. രാവിലെ മുതൽ മഴയാണ് കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ, എല്ലായിടത്തും മഴ ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങളെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടോ. മഴയ്ക്ക് രൂക്ഷമാണോ, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ, വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടോ എന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുറ്റം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ ഒരു സൈഡിലുള്ള ആ വൈറ്റ് ബോർഡറൊക്കെ നല്ല വൈറ്റ് തന്നെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ അത് കാണുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയല്ലേ. അപ്പോൾ വെള്ളമൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കട്ടെ. നമ്മളെ സ്നാക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടാട്ടോ നമ്മൾ എടുക്കുക. അങ്ങനെ തന്നെ വെക്കാം, പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്താൽ ഒന്നുകൂടെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ആ ഒരു ഗ്രീനും റെഡും വൈറ്റും കോമ്പിനേഷൻ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ. ഒരു പിസ്സേൻ്റെയും ഒക്കെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ ഇങ്ങനെ കാണുന്ന സമയത്ത്. ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ റഫീക്ക വന്നു കേട്ടോ. ഏകദേശം ഒരു സമയമായപ്പോൾ തന്നെ വന്നു. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോമ്പ് തുറക്കുമ്പോൾ തരിക്കഞ്ഞി അല്ലെങ്കിൽ ഓട്സ് കാച്ചിയത് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ റാഗി കാച്ചത് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സ്നാക്കും അത് മസ്റ്റാണ് കേട്ടോ. റഫീക്കൊക്കെ നിർബന്ധമാണ്. ഇതിങ്ങനെ വേണ്ടാന്നൊക്കെ പറയും രാവിലെ, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ചോദിക്കും കേട്ടോ എന്താണെന്ന് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കും. പിന്നെ നമുക്ക് ഇതിപ്പോൾ മാങ്ങ കേട്ടോ, ഒരു 2 മാങ്ങ ഉണ്ടായിരുന്നു. അതൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഉപ്പും ഒന്ന് ഇട്ടെടുത്തു. അപ്പോൾ നമ്മൾ മന്തിയുടെ ടെക്സ്ചർ കണ്ടോ നിങ്ങൾ? ആ റൈസ് നോക്കി നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് റൈസ് ആട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളേ. നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫുഡെല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കലും ഫുഡ് കഴിക്കലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തു, നമ്മൾ നോമ്പൊക്കെ തുറക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ലൈക്കും എല്ലാം അറിയിക്കുക കേട്ടോ. മറന്നു പോകരുത്. എന്തെങ്കിലും നിങ്ങളൊരു സ്മൈലിയോ തമ്പോ എന്തെങ്കിലും കമൻ്റായിട്ട് ഇടാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ സ്നാക്ക് വെറുതെ പറയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ആണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.